നിന്ന് അനു, എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? വലിയ ജനാവലി തന്നെ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഹർഷൻ, ഏതായാലും മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ സമുന്നതനായ നേതാവുമായ VS-ൻ്റെ മൃതദേഹം ഇപ്പോൾ ദർബാർ ഹാളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഈ പൊതുജനങ്ങൾക്ക് അല്പസമയത്തിനകം ഈ പൊതുദർശനത്തിനുള്ള സൗകര്യം തുറന്നു കൊടുക്കും. പക്ഷേ ഇപ്പോൾ നിലവിൽ അതില്ല. ഇവിടെ മൃതദേഹം കൊണ്ടെത്തിക്കുകയും അതിനുശേഷം ഈ മൃതദേഹം വെക്കുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. CPIM ജനറൽ സെക്രട്ടറി MA ബേബി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ എല്ലാവരും ഇവിടേക്ക് ഈ എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറയണം. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ VS-ന് അഭിവാദ്യം അർപ്പിക്കുന്ന കഴിയുന്നത്. VS ഇപ്പോൾ VS-ന് ആദരമർപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ മൃതദേഹത്തിന് സമീപത്തിൽ ചെല്ലുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. PB അംഗം പ്രകാശ് കാരാട്ട് ഇവിടെ എത്തി. മന്ത്രി KN ബാലഗോപാൽ, P രാജു ഉൾപ്പെടെയുള്ള ബൃന്ദ കാരാട്ട് അടക്കമുള്ള ഉന്നതരായ CPM നേതാക്കളെല്ലാം തന്നെ VS-ൻ്റെ മൃതദേഹത്തിന് തൊട്ടരികിൽ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ഇവിടെ നേതാക്കളുടെ ഇങ്ങനെ ഒരു വലിയൊരു ആൾക്കൂട്ടമാണെങ്കിൽ പുറത്ത് സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു വലിയ ആൾക്കൂട്ടം തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കാണാൻ വേണ്ടി ഇവിടേക്ക് ഈ ദർബാർ ഹാളിന് മുമ്പിൽ അല്ലെങ്കിൽ അതിന് പുറത്ത് ഇപ്പോൾ ഔപചാരികമായ ചടങ്ങുകൾ നടക്കുകയാണ്. ഇനി VS-ൻ്റെ മൃതദേഹത്തിൽ ദേശീയ പതാക പുതപ്പിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ നിൽക്കുന്നു. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ആ ചടങ്ങ് നടത്തുകയാണ്. പൂർണ്ണമായ ഔദ്യോഗിക ബഹുമതികളോടെയാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള 3 തവണ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VS അച്യുതാനന്ദൻ്റെ ചടങ്ങുകളൊക്കെ ഇവിടെ നടക്കുന്നത്. നമ്മൾ ഇന്നലെ 3:20-നാണ് VS-ൻ്റെ അന്ത്യം സംഭവിക്കുന്നത്. അതിനുശേഷം ഇടയ്ക്ക് പെയ്യുന്ന മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് ധാരധാരയായി മനുഷ്യർ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന അസാധാരണമായ കാഴ്ചകൾക്കാണ് കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ സാക്ഷിയാകുന്നത്. ഇന്നിപ്പോഴും ഈ ദർബാർ ഹാളിന് പുറത്തേക്ക് ഇപ്പോൾ തന്നെ ആൾക്കൂട്ടം അകത്തേക്ക് കയറാൻ വേണ്ടി തള്ളി നിൽക്കുന്ന കാഴ്ച നമുക്കിവിടുന്ന് കാണാം. ഹർഷൻ, അത്രമേൽ ജനകീയനായ ഒരു നേതാവിനെ കാണുന്നതിനും ആ നേതാവിന് ഇപ്പോൾ പോലീസ് അവർ സല്യൂട്ട് നൽകിയിരിക്കുന്നു. VS-നോടുള്ള ആദരസൂചകമായി സല്യൂട്ട് നൽകി ദേശീയ പതാക പുതപ്പിച്ച ശേഷം മടങ്ങുന്നു. ഇനി മുഖ്യമന്ത്രിയും CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള പ്രമുഖരായ നേതാക്കൾ VS-ന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കും. ആ ചടങ്ങുകളാണ് ഇനി നടക്കുന്നത്. ഇപ്പോൾ മൃതദേഹം കണ്ണാടി ഗ്ലാസ് കൊണ്ട് നമുക്കറിയാം എത്ര സമയം ഈ മൃതദേഹം ഈ ആലപ്പുഴയിലേക്ക് എത്താൻ എത്ര സമയമെടുക്കും എന്നുള്ള കാര്യത്തിൽ നിലവിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കണ്ണാടി ഗ്ലാസ് വെച്ച് അദ്ദേഹത്തിൻ്റെ മൃതദേഹം മറക്കുന്നു. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരനും ADGP S ശ്രീജിത്തും ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് വരുന്നു. അങ്ങനെ സംസ്ഥാനത്തെ എല്ലാ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ, മന്ത്രിമാർ, ജനപ്രതിനിധികൾ എല്ലാവരും ഇവിടേക്ക് വരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായ VS അച്യുതാനന്ദൻ എന്ന VS എന്ന മലയാളി സ്നേഹപൂർവ്വം 2 അക്ഷരം കൊണ്ട് അവരുടെ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ VS-ൻ്റെ ഭൗതിക ശരീരത്തിൽ റീത്തുവെച്ച് അഭിവാദ്യമർപ്പിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതിനുശേഷം ഇപ്പോൾ CPIM-ൻ്റെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി ചീഫ് സെക്രട്ടറി A ജയതിലക് മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള VS അച്യുതാനന്ദന് അഭിവാദ്യം അർപ്പിക്കുന്നു. അങ്ങനെ ഓരോ നേതാക്കളായി തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് റീത്ത് സമർപ്പിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്.